നമസ്കാരം. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ചില നേതാക്കൾ വെറും വ്യക്തികളല്ല, അവർ ഒരു പ്രസ്ഥാനത്തിന്റെ വികാരമാണ്. അത്തരമൊരു പേരാണ് കോടിയേരി ബാലകൃഷ്ണൻ. എന്നാൽ ഇന്ന് ഉയരുന്ന ചോദ്യങ്ങൾ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാരമ്പര്യത്തെ കുറിച്ചല്ല, മറിച്ച് അദ്ദേഹത്തോടും കുടുംബത്തോടും പാർട്ടി കാണിച്ചുവെന്ന് ആരോപിക്കപ്പെടുന്ന സമീപനത്തെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണൻ ഉന്നയിച്ച ആരോപണങ്ങൾ വീണ്ടും ഒരു പഴയ മുറിവ് തുറക്കുകയാണ്. ഒരു കാലത്ത് പാർട്ടിയുടെ അമരക്കാരനായി വാഴ്ത്തപ്പെട്ട നേതാവിന് അവസാന കാലഘട്ടത്തിൽ സ്വന്തം പ്രസ്ഥാനത്തിനകത്ത് തന്നെ ഏകാന്തത അനുഭവിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ മരണശേഷം കുടുംബത്തെ പാർട്ടി പൂർണ്ണമായും തള്ളിക്കളഞ്ഞോ എന്ന ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ കേരളത്തെ പിന്തുടരുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ മരണത്തിനു ശേഷം കുടുംബത്തെ പാർട്ടി ഉന്നത നേതൃത്വം തിരിഞ്ഞു നോക്കിയില്ല എന്ന കോടിയേരിയുടെ ഭാര്യ വിനോദിനി ബാലകൃഷ്ണന്റെ ആരോപണത്തിന് മറുപടിയുമായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ തന്നെ നേരിട്ട് ഒടുവിൽ രംഗത്ത് വന്നിരിക്കുകയാണ്. പാർട്ടി ആരെയും അവഗണിക്കാറില്ല എന്നും താൻ കോടിയേരിയുടെ വീട്ടിൽ പോകാറുണ്ട് എന്നുമാണ് എം വി ഗോവിന്ദൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് കോടിയേരിയുടെ വീട് സന്ദർശിച്ചിരുന്നു എന്നും ഇടയ്ക്കെല്ലാം വീട്ടിൽ പോകാറുണ്ട് എന്നും പറഞ്ഞ എം വി ഗോവിന്ദൻ അങ്ങനെ ആരെയെങ്കിലും അവഗണിക്കുന്ന നിലപാട് CPM സ്വീകരിക്കാറില്ല എന്നും താനും അത് സ്വീകരിക്കാറില്ല എന്നും ഞങ്ങളാരും അങ്ങനെ തിരിഞ്ഞു നോക്കാതെ ഇരിക്കാറില്ല എന്നും പറഞ്ഞു. ഒപ്പം എല്ലാവരുമായും ബന്ധപ്പെട്ടു തന്നെയാണ് നിൽക്കുന്നതെന്നും ആരോപണം ആരെ ഉദ്ദേശിച്ചാണ് എന്നറിയില്ല എന്നും പറഞ്ഞ എം വി ഗോവിന്ദൻ വിനോദിനി പതറിഞ്ഞതിനെ കുറിച്ച് അവരോട് തന്നെ ചോദിക്കണമെന്നും കൂട്ടിച്ചേർത്തു. ഒരു മാസികയ്ക്ക് നൽകിയ അഭിമുഖത്തിലായിരുന്നു വിനോദിനിയുടെ തുറന്നു പറച്ചിൽ. ഉന്നത പദവിയിലിരിക്കുന്ന PB അംഗത്തെ വിളിച്ചാൽ ഫോൺ എടുക്കുക പോലുമില്ല എന്നാണ് വിനോദിനി പറഞ്ഞത്. താൻ ഉദ്ദേശിച്ചത് പിണറായി വിജയനെ അല്ല എന്ന് വ്യക്തമാക്കിയ അവർ ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് വെളിപ്പെടുത്തിയില്ല. മരണവും സംസ്കാരവും കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി എന്നും നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ നേതൃത്വത്തിൽ നിന്ന് പിന്നെ ആരും ബന്ധപ്പെട്ടിട്ടില്ല എന്നുമാണ് വിനോദിനി അന്ന് പറഞ്ഞത്. നീ ഓക്കെയാണോ, ഞങ്ങളൊക്കെ ഒപ്പമുണ്ട് എന്ന് പോലും ആരും പറഞ്ഞിട്ടില്ല എന്നും സാധാരണ പ്രവർത്തകരെ കുറിച്ചല്ല താൻ പറയുന്നത്, വലിയ ചില നേതാക്കളെ കുറിച്ചാണ് എന്നും തുറന്നടിച്ച വിനോദിനി സ്വന്തം പോക്കറ്റിലുള്ള ഫോൺ എടുത്ത് ഒന്ന് സംസാരിക്കാൻ പോലും ആർക്കും തോന്നാത്ത കാലമായി ഇത് മാറിയോ എന്നും പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായി ശുപാർശയ്ക്കൊന്നുമല്ല, പാർട്ടിയിലെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ പലതവണ താൻ വിളിച്ചിട്ടും ഫോൺ എടുത്തില്ല എന്നും പറഞ്ഞു വെച്ചു. തിരിച്ചു വിളിച്ചതുമില്ല എന്നും വ്യക്തിപരമായ കാര്യം സാധിക്കാനായിരിക്കും വിളിക്കുന്നതെന്നോ മറ്റോ അദ്ദേഹം കരുതുന്നുണ്ടോ എന്നറിയില്ല എന്നും ഇത് എന്റെ മാത്രം അനുഭവമായിരിക്കുമോ അതോ എല്ലാ രംഗത്തും ഒരു സന്ദർഭത്തിൽ സ്ത്രീകൾ ആരുമല്ലാതാകുന്ന അവസ്ഥയിൽ എത്തിച്ചേരുന്നതാണോ എന്ന ചോദ്യവും ഉന്നയിച്ചു. കോടിയേരി ബാലകൃഷ്ണൻ CPMന്റെ വളർച്ചയിൽ ഒരു അധ്യായമായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ അവസാന വർഷങ്ങളിൽ നടന്ന സംഭവ വികാസങ്ങൾ പല സംശയങ്ങൾക്കും വഴിവെച്ചു. കുടുംബവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉയർന്നപ്പോൾ പാർട്ടി അദ്ദേഹത്തിന് ചുറ്റും പ്രതിരോധ ഭിത്തി തീർത്തില്ല എന്നും മറിച്ച് അദ്ദേഹത്തെ രാഷ്ട്രീയമായി ഒറ്റപ്പെടുത്താൻ ചില കേന്ദ്രങ്ങൾ ശ്രമിച്ചുവെന്നുമുള്ള വിമർശനം അന്നും ഉണ്ടായിരുന്നു. ഇന്ന് ആരോപണങ്ങൾ കൂടുതൽ ശക്തിയോടെ അദ്ദേഹത്തിന്റെ മരണത്തിനു ശേഷം കുടുംബത്തെ പോലും അവഗണിച്ചു എന്ന വെളിപ്പെടുത്തൽ പുറത്തു വരുമ്പോൾ വീണ്ടും ശക്തമായി ഉയരുകയാണ്. എം വി ഗോവിന്ദൻ പാർട്ടിയുടെ തലപ്പത്തേക്ക് വന്ന ശേഷമുള്ള ചില രാഷ്ട്രീയ നീക്കങ്ങളും തീരുമാനങ്ങളും ചർച്ചയാവുകയാണ്. അത് സാധാരണ സംഘടനാപരമായ മാറ്റങ്ങളായിരുന്നോ അതോ നേതൃത്വത്തിന്റെ കേന്ദ്ര ബിന്ദുവിൽ നിന്ന് കോടിയേരിയെ പതിയെ മാറ്റി നിർത്താനുള്ള രാഷ്ട്രീയ കണക്കുകൂട്ടലുകളുടെ ഭാഗമായിരുന്നോ എന്ന ചോദ്യം പലരും അന്നും ഇന്നും ഉന്നയിക്കുന്നുണ്ട്. ഈ സംശയങ്ങൾക്ക് വ്യക്തമായ മറുപടി നൽകാൻ പാർട്ടി നേതൃത്വത്തിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത്. ഒരു പ്രസ്ഥാനത്തിന്റെ ശക്തി അതിന്റെ ആശയങ്ങളിലല്ല, സ്വന്തം പോരാളികളോട് അത് കാണിക്കുന്ന നന്ദിയിലും മാനുഷികതയിലും കൂടിയാണ്. ജീവിതം മുഴുവൻ പാർട്ടിക്കായി സമർപ്പിച്ച ഒരാളുടെ കുടുംബം തന്നെ അവഗണനയെക്കുറിച്ച് പരസ്യമായി സംസാരിക്കേണ്ടി വരുന്നത് രാഷ്ട്രീയ വിജയങ്ങളുടെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്താനാകാത്ത ഒരു നൈതിക പരാജയത്തിന്റെ സൂചന കൂടിയാണ്. കോടിയേരി ബാലകൃഷ്ണൻ ഇനി ചരിത്രമാണ്, പക്ഷെ അദ്ദേഹത്തെ ചുറ്റിപ്പറ്റിയ ചോദ്യങ്ങൾ ഇന്നും ജീവിക്കുന്നുണ്ട്. ജീവിച്ചിരിക്കുമ്പോൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തി മരിച്ച ശേഷം സ്മാരകങ്ങളാൽ മഹത്വവൽക്കരിക്കുന്ന രാഷ്ട്രീയ സംസ്കാരം അവസാനിക്കേണ്ട സമയമായിട്ടില്ല. കാരണം നേതാക്കൾ മരിച്ചു പോകാം, എന്നാൽ അവർക്ക് നേരെ കാണിച്ച നീതിയോ അനീതിയോ ചരിത്രം ഒരിക്കലും മറക്കുകയില്ല. 5th ആനന്ദ് TV ഫിലിം അവാർഡ്സ് ജൂൺ 13 അപ്പോളോ മാഞ്ചസ്റ്ററിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് ആൻഡ് ടിക്കറ്റ്സ് കോൾ 02085484897.